മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡിൻ്റേതാണ് മസാല ബോണ്ടിലെ തീരുമാനമെന്നും തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്നും ഇഡിക്ക് മറുപടി നൽകിയിരിക്കുകയാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്. തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും 7 പേജുള്ള മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസമായിരുന്നു തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്നത്. ഹാജരാകാത്തതിനെ തുടർന്നാണ് മറുപടി നൽകിയത്. കിഫ്ബി മസാല ബോണ്ടിൽ എനിക്ക് പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വവുമില്ല. കിഫ്ബി രൂപീകരിച്ചതു മുതൽ 17 അംഗ ഡയറക്ടർ ബോർഡിൻ്റെ മേൽനോട്ടത്തിലാണുള്ളത്. മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. കൂട്ടായ തീരുമാനങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വമില്ലാതെ ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രത്യേക അധികാരവും ഇല്ല എന്നും തോമസ് ഐസക് പറയുന്നുണ്ട്. കിഫ്ബിയുടെ വൈസ് ചെയർമാൻ, കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ്. മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ എനിക്ക് ലഭ്യമല്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഇതിലാണ് ഐസക് വ്യക്തത വരുത്തി രംഗത്തെത്തിയിരിക്കുന്നത്. ഇഡിയുടെ പുതിയ സമൻസിനെയും കോടതിയിൽ നേരിടുമെന്നും തോമസ് ഐസക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിനെ സംബന്ധിച്ചും അതിലൂടെ ലഭിച്ച പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ചും ഓറൽ എവിഡൻസ് നൽകുന്നതിനായി ഹാജരാകണം എന്നാണ് ഇപ്പോഴത്തെ സമൻസിലൂടെ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഐസക്കിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇറങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടി ആരോപണ നിഴലിലാകും എന്നുള്ള വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. പദ്ധതിയുടെ ആരംഭത്തിൽ തന്നെ കടുത്ത ആരോപണങ്ങളായിരുന്നു ഇതിനെതിരെ ഉയർന്നു കേട്ടിരുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വിദേശ വിപണിയിൽ നിന്ന് ധനസമാഹരണം നടത്തുന്നതിനാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി മസാല ബോണ്ട് പുറത്തിറക്കിയത്. എന്നാൽ ധനസമാഹരണത്തിനായി പുറത്തിറക്കിയ മസാല ബോണ്ട് കൂടുതലും നേടിയത് SNC ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള കമ്പനിയാണെന്നാണ് പ്രതിപക്ഷം അന്ന് ആരോപിച്ചിരുന്നത്. എന്താണ് കിഫ്ബി മസാല ബോണ്ട് എന്നുള്ള തരത്തിലും അന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ നിക്ഷേപം ആകർഷിക്കാനായി ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് ഇറക്കുന്ന കടപ്പത്രമാണ് മസാല ബോണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിന് അനുസരിച്ചാണ് മസാല ബോണ്ടിൻ്റെ വിനിമയം നടക്കുന്നത്. അതായത് രൂപയുടെ മൂല്യം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് മസാല ബോണ്ടിൻ്റെ മൂല്യത്തിലും വ്യത്യാസമുണ്ടാകും. 2016 റിസർവ് ബാങ്ക് മസാല ബോണ്ട് സമ്പ്രദായത്തിന് അനുമതി നൽകിയത്. തിരിച്ചടവിന് ദീർഘകാല സാവകാശമുണ്ടാകുമെന്നതാണ് മസാല ബോണ്ടുകളുടെ പ്രധാന നേട്ടം. ലോകബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് ഇന്ത്യൻ രൂപയിലുള്ള ബോണ്ടുകൾക്ക് ഈ പേര് നൽകിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ധനകാര്യ സ്ഥാപനമാണ് കിഫ്ബി. കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ ലണ്ടൻ, സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുറത്തിറക്കിയ മസാല ബോണ്ടുകൾ വഴി സംസ്ഥാനം 2150 കോടി രൂപ സമാഹരിച്ചിരുന്നു. ഇതിന് 9.72% പലിശയായി സർക്കാർ നൽകേണ്ടതുണ്ട്. കിഫ്ബിയുടെ ധനസമാഹരണത്തിനായി പുറത്തിറക്കിയ മസാല ബോണ്ടുകളിൽ കൂടുതലും നേടിയത് SNC ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള കമ്പനിയാണെന്നും മസാല ബോണ്ട് ഇടപാടിൽ ദുരൂഹതയുണ്ടെന്നുമാണ് പ്രതിപക്ഷം അന്ന് പറഞ്ഞിരുന്നത്. ഏതൊക്കെ കമ്പനികളാണ് ബോണ്ട് വാങ്ങിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം പറഞ്ഞിരുന്നതാണ്. എന്നാൽ കനേഡിയൻ കമ്പനിയായ CDPQ ആണ് കിഫ്ബിയിലെ മസാല ബോണ്ടിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം ഇറക്കിയതെന്നും ഈ കമ്പനി SNC ലാവ്ലിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരാണെന്നുമാണ് BJP ആരോപിച്ചിരുന്നത്. മസാല ബോണ്ട് ക്ഷണിച്ചത് ലാവ്ലിൻ മുതലാളിക്ക് വേണ്ടിയാണെന്നും BJP നേതാക്കൾ അന്ന് ആരോപിച്ചിരുന്നതാണ്. മാത്രമല്ല ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് വിൽപ്പനയ്ക്ക് തുടക്കമിടാൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ക്ഷണിച്ചിരുന്നതാണ്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരത്തിന് തുടക്കമിട്ടത്. പിണറായി വിജയൻ വൈദ്യുത മന്ത്രിയായിരുന്നപ്പോഴാണ് വൈദ്യുത നിലയങ്ങളുടെ നവീകരണത്തിന് ലാവ്ലിൻ കമ്പനിയുമായി കരാർ ഒപ്പിട്ടത്. ഇത് ഏറെ വിവാദമാവുകയും പിന്നീട് ലാവ്ലിൻ അഴിമതി കേസായി മാറുകയും ചെയ്തിരുന്നു. ഇതേ കമ്പനിയാണ് കിഫ്ബി മസാല ബോണ്ട് വിവാദത്തിലും എത്തിയതെന്നും അവർ ആരോപിച്ചിരുന്നതാണ്. എന്നാൽ ഐസക്കിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനയോടെ മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഈ പ്രസ്താവനയ്ക്കെതിരെ CPM-ൽ തന്നെ ചിലർ രംഗത്തു വരികയും ചെയ്തിട്ടുണ്ട്. മകൾ വീണ വിജയനെതിരായ മാസപ്പടി ആരോപണം ഉൾപ്പെടെ കത്തി നിൽക്കെ ഐസക്കിന്റെ ഈ പ്രസ്താവന മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്.